ഇതിനു മുൻപൊന്നും ഉണ്ടായിട്ടില്ലാത്ത അത്ര സജീവമായ തിരക്കേറിയ ഒരു പ്രചാരണ പരിപാടി കേരളത്തിൽ തന്നെ കാഴ്ചവെക്കുകയാണ് പ്രധാനമന്ത്രി. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തീർച്ചയായും 400-നപ്പുറത്തേക്ക് ലോക്സഭയിൽ അംഗത്വം ബലം വർദ്ധിപ്പിക്കുക എന്ന BJPയുടെ ലക്ഷ്യത്തിന് ദക്ഷിണേന്ത്യയിൽ അവർക്ക് അവരുടെ ഫുട് പ്രിന്റ് കുറച്ചുകൂടി ശക്തമാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിപുലമായ രീതിയിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ റോഡിനിരുവശവും ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഇടം വരെ റോഡിനിരുവശത്തും പ്രവർത്തകർ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ് പാലക്കാട്. പിന്നെ ജില്ലയിൽ നിന്നാകെയായി മറ്റ് മണ്ഡലങ്ങളിൽ നിന്നൊക്കെ 50,000-ലേറെ 1,00,000-ലേറെ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ടാണ് ഈ പരിപാടി വൻ വിജയമാക്കാൻ BJP നേതൃത്വവും ശ്രമിക്കുന്നത്. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ പ്രധാനമന്ത്രി ഏത് നിമിഷവും പുറത്തേക്ക് എത്താം, വാഹനമൊക്കെ തയ്യാറായി നിൽക്കുന്നു. പ്രവർത്തകരും അദ്ദേഹം പാലക്കാട് എത്തിയ എന്നറിഞ്ഞതിൻ്റെ ഒരു ആവേശത്തിലായിരിക്കും അല്ലേ? പാലക്കാടേക്ക് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ പാലക്കാട് നഗരത്തിന് മുകളിലൂടെ പറന്നുപോയപ്പോൾ തന്നെ പ്രവർത്തകർ വലിയ ആവേശത്തിലായി. മോദിക്ക് ജയ്വിളികളുമായി പ്രവർത്തകർ ഈ റോഡിന് ഇരുവശവും തടിച്ചുകൂടി നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കുന്ന 5 വിളക്ക് ജംഗ്ഷനിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരും. അവിടെ അദ്ദേഹത്തിന് റോഡ് ഷോ നടത്താനായി സ്ഥിരമായി ഉപയോഗിക്കുന്ന വാഹനമടക്കം എത്തിയിട്ടുണ്ട്. ഇന്നലെ കോയമ്പത്തൂരിൽ നിന്നാണ് ആ വാഹനം ഇപ്പോൾ പാലക്കാടേക്ക് എത്തിച്ചിരിക്കുന്നത്. പുഷ്പാലങ്കൃതമായ ആ വാഹനം പാലക്കാട് കോട്ട മൈതാനിക്ക് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അവിടെയായിരിക്കും പ്രധാനമന്ത്രി കാറിൽ വന്നിറങ്ങുക. ശേഷം പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിലേക്ക് കയറും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ കൂടാതെ പാലക്കാട്, മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ കൂടി പ്രധാനമന്ത്രിക്കൊപ്പം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പാലക്കാടിന്റെ വലിയ ചൂടുണ്ട്, പാലക്കാടിന്റെ ചൂടേറിയ കാറ്റുണ്ട്. കോട്ട മൈതാനത്തിന്റെ തൊട്ടു മുന്നിൽ നിന്ന് നരേന്ദ്രമോദി ഈ കാറ്റിനെയും ചൂടിനെയും ഒക്കെ തന്നെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. അദ്ദേഹം 10 മിനിറ്റിനകം തന്നെ പാലക്കാട് കോട്ട മൈതാനിക്ക് മുന്നിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് ഈ പാലക്കാട്ടൻ റോഡ് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ BJP പ്രവർത്തകർ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. BJPക്ക് ഏറ്റവും ശക്തിയുള്ള മണ്ണിലൂടെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റോഡ് ഷോ കടന്നു പോകുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 2 ലക്ഷത്തിലേറെ വോട്ടുകളാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ C. കൃഷ്ണകുമാർ പിടിച്ചിരുന്നത്. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് ആ സ്ഥാനാർത്ഥി. ആ വോട്ട് വിഹിതം ഉയർത്തി ഒരു കൃത്യമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പാലക്കാടിനെ കൊണ്ടുപോകുക എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ വരവിന്റെ ഉദ്ദേശമെന്നത്. അദ്ദേഹം കേരളത്തിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഇത്തവണ നേടുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഡബിൾ ഡിജിറ്റിലേക്ക് BJP എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ളത്. ഏറ്റവും ശക്തമായ രീതിയിൽ അദ്ദേഹം ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണത്തിലേക്ക് പോകുന്നു എന്നത് പ്രധാനമാണ്. കാരണം 400-നധികം എന്നതാണ് ഇത്തവണത്തെ മോഡിയുടെ മുദ്രാവാക്യം. ആ 400-നപ്പുറത്തേക്ക് NDA എത്തിക്കണമെങ്കിൽ NDAക്ക് ദക്ഷിണ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ലഭിക്കേണ്ടതുണ്ട്. അതിന് മോദി ലക്ഷ്യം വയ്ക്കുന്നത് കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ കേന്ദ്രീകരിച്ച് തന്നെയുള്ള പ്രചാരണ പരിപാടികളിലേക്ക് പ്രധാനമന്ത്രി പോവുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടേക്ക് എത്തി, പാലക്കാട് നിന്ന് പ്രധാനമന്ത്രി നേരെ പോകുന്നത് സേലത്തേക്കാണ്. അവിടെ അദ്ദേഹത്തിന് പൊതുപരിപാടിയുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യത്തെ കേരള സന്ദർശനം എന്ന പ്രത്യേകത കൂടി പാലക്കാടൻ സന്ദർശനത്തിനുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 മാസത്തിനിടെ നമ്മൾ ഈ കൊച്ചിയിലും തൃശ്ശൂരിലും പാലക്കാടുമായി മോദിയുടെ 3 റോഡ് ഷോകളാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ ഈ മധ്യ കേരളത്തെ ഇളക്കി വെറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ വലിയ പ്രതീക്ഷ BJP ദക്ഷിണേന്ത്യയിൽ വച്ചു പുലർത്തുന്നുണ്ട്. ഇതുവരെ അവർക്ക് കാര്യമായ ഒരു നേട്ടത്തിലേക്ക് പോകാൻ കഴിയാത്ത സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കേരളവും. അതിനൊരു മാറ്റമുണ്ടാക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയെ പോലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെ, BJPയെ ലീഡ് ചെയ്യുന്ന ആൾ തന്നെ അടിക്കടി കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാനുള്ള തീരുമാനവും. പ്രധാനമന്ത്രി ഏത് നിമിഷവും പുറത്തേക്ക് വരാം. ഉടനെ അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കാനുള്ള വാഹനം വരെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ലിഷോയിലേക്ക് കൂടി പോകുന്നു. ലിഷോ നിൽക്കുന്ന ഭാഗത്തുകൂടിയൊക്കെയാണ് പ്രധാനമന്ത്രി കടന്നു പോകേണ്ടത്. നേരത്തെ ബിനിൽ പറഞ്ഞ പോലെ ആ ഹെലികോപ്റ്ററുകൾ വന്നപ്പോൾ തന്നെ പ്രവർത്തകർ ആവേശം കൊണ്ടു. ഇപ്പോൾ കൂടുതൽ ആവേശത്തിലാകും. എങ്ങനെയാണ് ആ ഭാഗങ്ങളിൽ എത്ര സമയം ഈ റോഡ് ഷോ ഉണ്ടാകും? ലിഷോയിൽ നിൽക്കുന്ന ഭാഗം അതായത് ഞാനിപ്പോൾ കോട്ട് റോഡ് ഭാഗത്താണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് ഇതിലൂടെ സുരക്ഷാ പരിശോധനകളൊക്കെ പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ കൂടി പ്രവേശിപ്പിക്കുന്നത്.
അവിടെ നിന്ന് ഇറങ്ങി. ലിഷോയ് പറഞ്ഞോളൂ, നമ്മൾ ദൃശ്യങ്ങൾ കാണുക. തീർച്ചയായും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ റോഡ് ഷോ നടക്കുന്നത് ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഈ ആളുകൾ കൂടി നിൽക്കുന്നതിനേക്കാൾ ബാരിക്കേഡിനെല്ലാം തന്നെ അപ്പുറത്താണ്. നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളാണ് BJPക്കുള്ളത്. കാരണം തൃശ്ശൂരും പാലക്കാടും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വലിയ ദേശീയ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം ആ പ്രചാരണങ്ങളിലൂടെ ഈ സീറ്റ് കൃത്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും, അതുപോലെ തന്നെ പിടിച്ചെടുക്കാൻ തന്നെ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ പാലക്കാടുള്ള BJP നേതാക്കളുടെയും പ്രവർത്തകരുടെയും എല്ലാം തന്നെ ഒരു പ്രതീക്ഷ. ഈ കോർട്ട് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്തു കൂടിയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വരുന്നത്. അത് കാണുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ആളുകളെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ചേട്ടാ, എങ്ങനെയാണ് പാലക്കാടത്തെ ഒരു പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? പ്രതീക്ഷ ഈ പ്രശ്നം പിടിക്കണം, അതാണ് കണക്ക്. നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? MP യുടെ പ്രകടനവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിജയസാധ്യത ഉണ്ടാവും. എന്തായാലും വിജയസാധ്യത എന്തായാലും BJP ജയിക്കും ഈ പ്രാവശ്യം. ഈ പ്രധാനമന്ത്രി ഇപ്പം 2 തവണ തൃശ്ശൂരിൽ വന്നു. അതുപോലെ തന്നെ കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ പ്രചാരണത്തിനായി എത്തുകയാണ്. അപ്പോൾ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണോ കരുതുന്നത്? എന്തായാലും ഈ പ്രാവശ്യം പാലക്കാട് എന്തായാലും BJPക്ക് ഒരു ചാൻസ് ഉണ്ട്. അതിനുള്ള പ്രയത്നമാണ് ഇവിടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അതിനുള്ള പ്രയത്നമാണ് ഇപ്പോൾ BJP മെമ്പേഴ്സ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തായാലും ഈ പ്രാവശ്യം നല്ലൊരു ഹോപ്പ് ഉണ്ട് പാലക്കാട്. എന്തായാലും ജയിക്കും, അതിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നല്ല ചൂടാണ്, അതിന്റെ കൂടെ തെരഞ്ഞെടുപ്പ് ചൂടും. അതെ അതെ, ഭയങ്കര ചൂടാണ്. തീർച്ചയായും. അതായത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ചൂടുമുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ചേച്ചിമാരെ എങ്ങനെയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പൊക്കെ? എങ്ങനെയുണ്ട്? ആരെ നേരത്തെ ഇവിടെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇവിടെയൊക്കെ ഒരുപാട് ചേച്ചിമാരുണ്ട്. എങ്ങനെയാണ് അമ്മ, എങ്ങനെയാണ് ഒരു പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? മോദിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനം ഇതാ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ റോഡ് ഷോയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിനടുത്തേക്ക്, കോട്ടമൈതാനത്തിനടുത്തേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരും. പിന്നെ ആ വാഹനത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. എന്തായാലും പൊതുസമ്മേളനം ഇല്ല എന്ന പ്രവർത്തകർ ഒരു നിരാശയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനുള്ള ഒരു അവസരം പ്രവർത്തകർക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ ഈ റോഡ് ഷോയിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രവർത്തകരുമായി നേരിട്ട് സംവദിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത്രയേറെ പ്രാധാന്യത്തോടെ കേരളത്തെയും തമിഴ്നാടിനെയും കണ്ടുകൊണ്ട് BJP പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കേരളത്തിലേക്ക് തന്നെ ഇത്രയും ചെറിയ ഇടവേളകളിൽ പ്രധാനമന്ത്രി ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാനായി എത്തിച്ചേരുകയും ചെയ്യുന്നത്. മലപ്പുറത്തെയും പൊന്നാനിയിലെയും പാലക്കാട്ടെയും NDA സ്ഥാനാർത്ഥികളാണ് ഈ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്ക് ഒപ്പം ഉണ്ടാവുക. BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രതീക്ഷ BJP നേതൃത്വം വച്ചു പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ BJP സാധ്യതകൾ കൽപ്പിക്കുന്ന സ്ഥലമാണ് പാലക്കാട്. C കൃഷ്ണകുമാർ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു പ്രചാരണ പരിപാടികളും ജനങ്ങളുമായുള്ള പരിപാടികളുമൊക്കെ നേരത്തെ മുതൽ തുടങ്ങിയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫലം കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് BJP പ്രവർത്തകർ കാത്തിരിക്കുന്നത്. അതേസമയം എതിരാളികളായി നിൽക്കുന്നത് നിലവിലെ MP ശ്രീ VK ശ്രീകണ്ഠൻ, LDFിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥിയായ ശ്രീ A വിജയരാഘവൻ എന്നിവരാണ്. അതുകൊണ്ട് കടുത്ത പോരാട്ടം തന്നെ പാലക്കാട് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. അത് ജനവികാരം ഏതൊക്കെ രീതിയിലാണ് മാറിമറിയുന്നതെന്നനുസരിച്ചിരിക്കും ഫലം. തീർച്ചയായും ഒരു സിനിമ ക്ലൈമാക്സ് പോലെ തന്നെ ആവേശകരമായ ഫലമാണ് നമ്മൾ ജൂൺ 4-ന് കാത്തിരിക്കേണ്ടത്. അതുവരെ കൊടുമ്പിരി കൊള്ളുന്ന പ്രചാരണ പരിപാടികൾ ഉണ്ടാകും. ഓരോ നിമിഷവും ഓരോ മണിക്കൂറിലും പ്രചാരണ പരിപാടിയുടെ കരുത്തുകൊണ്ട് പല സ്ഥാനാർത്ഥികളും മുന്നിലെത്തിയതായുള്ള പ്രതീതി ഉണ്ടാകാം. യഥാർത്ഥത്തിൽ ആരാണ് മുന്നിൽ, യഥാർത്ഥത്തിൽ ആരാണ് പിന്നിൽ എന്നൊക്കെ ജൂൺ 4-ന് മാത്രമേ നമുക്കറിയാൻ കഴിയുന്നു. എന്തായാലും പ്രചാരണ പരിപാടികളിൽ ആരും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഓരോ പാർട്ടിയും റാലികളും റോഡ് ഷോയും ഒക്കെ തീരുമാനിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് BJPയും NDAയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.